ഒരുപാട് വാർത്തകൾ സംഭവിച്ച ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു ഒരുപാട് പ്രേക്ഷകർ. ആദ്യ വാർത്ത, CPM-ന് അതിരൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPIM-ന് മുസ്ലിം വിരുദ്ധ പ്രചാരണം BJPക്ക് ഗുണം ചെയ്തു, സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ നീക്കം നടത്തിയെന്നും ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിമർശിച്ചു. മുസ്ലിം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ CPIM-ന് ആത്മാർത്ഥതയില്ലെന്ന് കുറ്റപ്പെടുത്തുന്നതാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അഭിമുഖം. സദാം ഹുസൈന്റെയും പലസ്തീന്റെയും പേര് പറഞ്ഞ് CPIM മുസ്ലിം വോട്ടുകൾ തട്ടാൻ ശ്രമിച്ചു. എന്നാൽ ഏക സിവിൽ കോഡും മുത്തലാഖ് നിരോധനവും ലവ് ജിഹാദും ആദ്യം കേട്ടത് CPIM-ൽ നിന്നാണെന്ന് തങ്ങൾ ആരോപിക്കുന്നു. കേരളത്തിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിച്ചെന്നും വിമർശനം. രാഷ്ട്രീയം പറയാനില്ലെങ്കിൽ പല കുതന്ത്രങ്ങളും CPIM പുറത്തെടുക്കാറുണ്ട്. കോഴിക്കോട്ടെ കരീംക പ്രയോഗവും വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും ഉദാഹരണങ്ങളായി തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. CPIM വിതയ്ക്കുന്നത് BJP-യാണ് കൊയ്യുന്നതെന്നും സാദിഖ് അലി തങ്ങൾ കുറ്റപ്പെടുത്തി. സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ CPIM നീക്കം നടത്തി. ലീഗ് സമസ്ത ബന്ധം CPIM പഠിക്കണമെന്നും സാദിഖ് അലി തങ്ങൾ പറയുന്നു. CAA പലസ്തീൻ വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലീഗിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു CPIM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എന്നാൽ ഇത് വിലപ്പോയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ലീഗിന്റെ വിലയിരുത്തൽ. ഇതിനു പിന്നാലെയാണ് CPIM-നെ ലീഗ് അധ്യക്ഷൻ കടന്നാക്രമിച്ചത്. 24 കോഴിക്കോട്. വേദന തീരാതെ നാട്. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ മുഖം അവസാനമായി ഒന്ന് കാണാൻ കഴിയാത്ത വേദനയിലാണ് പ്രിയപ്പെട്ടവർ. സങ്കടക്കടലിൽ മുങ്ങിയിരിക്കുകയാണ് മുടിയൂർക്കോണത്തെ വീട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാരം. ലോൺ എടുത്തു നിർമ്മിച്ച സ്വപ്ന ഭവനം, അവിടെ ചേതനയറ്റ് ആകാശ്, ചുറ്റും കണ്ണീർ കടൽ. തിരിച്ചറിയാനാകാത്ത വിധം ആകാശിന് പൊള്ളലേറ്റിരുന്നു. ഇടപ്പോൺ ജോസ്കോ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ 11 മണിയോടെയാണ് വീട്ടിലെത്തിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി സജി ചെറിയാൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ അന്തിമോപചാരമർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൾ സ്വദേശി തോമസ് C. ഉമ്മന്റെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ വീട്ടിലെത്തിക്കും. സംസ്കാരം നാളെയാണ്. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെ സംസ്കാരവും നാളെ നടക്കും. തിങ്കളാഴ്ചയാണ് കീഴ്വായ്പൂർ സ്വദേശി സിബിൻ T. എബ്രഹാമിന്റെ സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. 24 പത്തനംതിട്ട. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് ആളുകൾ എത്തി. പയ്യാമ്പലം ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. രണ്ടര പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതം. ഒരു തവണ കൂടി പോയി മടങ്ങിയാൽ പ്രവാസ ജീവിതം മതിയാക്കാനുള്ള ആഗ്രഹം അനീഷ് കുമാർ സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നു. ഒരാഴ്ച മുൻപ് മാത്രമാണ് പുതിയ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത്. സ്വപ്നങ്ങൾ ബാക്കിയാക്കി മടക്കം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെയാണ് ജന്മനാടായ കുറുവയിൽ എത്തിച്ചത്. തുടർന്ന് വീട്ടിൽ പൊതുദർശനം, പിന്നീട് പയ്യാമ്പലം ശ്മശാനത്തിലേക്ക് എത്തിച്ചു. മക്കളായ അശ്വിനും ആദിഷും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. കണ്ണൂർ. കൊല്ലം വെളച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെ മൃതദേഹം സംസ്കരിച്ചു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കവെയാണ് ലൂക്കോസിന്റെ ദാരുണാന്ത്യം. കൈനിറയ സമ്മാനവുമായി അച്ഛന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന ലിഡിയയുടെയും ലിൻസിയുടെയും മുന്നിലേക്ക് എത്തിയത് ലൂക്കോസിന്റെ വിയോഗ വാർത്തയാണ്. പാട്ട് പാടിയാട്ട് മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പും മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു ലൂക്കോസ് ഭാര്യ ഷൈനിയുമായി പങ്കുവച്ചത്.
അടുത്ത മാസം മകളുടെ തുടർ പഠനത്തിനായി നാട്ടിലേക്ക് വരാനിരിക്കെയാണ് ലൂക്കോസിന്റെ വിയോഗ വാർത്ത എത്തിയത്. മോർച്ചറിയിൽ നിന്ന് രാവിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ 100 കണക്കിന് പേർ അന്ത്യോപചാരം അർപ്പിച്ചു. മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി 12 മണിയോടെ ഇന്ത്യൻ പെന്തക്കോസ് സഭയുടെ ഫെയ്ത്ത് ഹോമിലെ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. കൊല്ലം. കുവൈറ്റിൽ മരിച്ച പുല്ലൂർ സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരുപാട് പേരെത്തി. നരിക്കൽ മാർത്തോമ ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ. ഒന്നര മാസം മുൻപാണ് എംടെക് ബിരുദധാരിയായ സാജൻ ജോർജ് കുവൈറ്റിലേക്ക് പോയത്. 29കാരനായ സാജൻ ജൂനിയർ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു. മെച്ചപ്പെട്ട ജോലി സ്വപ്നം കണ്ടാണ് സാജൻ പ്രവാസം തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ മാസം 5-നാണ് സാജന്റെ ആദ്യ ശമ്പളം വീട്ടിലെത്തിയത്. പിന്നാലെ മരണവാർത്തയുമെത്തി. മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് 10:30-യോടെയാണ് വാഴവിളയിലെ വീട്ടിലെത്തിച്ചത്. മകന്റെ ചേതനയറ്റ ശരീരത്തിന് മുന്നിൽ കരച്ചിലടക്കാനാകാതെ ഉറ്റവർ. കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ്, NK പ്രേമചന്ദ്രൻ MP എന്നിവർ അന്തിമോപചാരമർപ്പിച്ചു. വീട്ടിലെ പൊതുദർശനവും അന്ത്യശുശ്രൂഷകളും പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 2 മണിയോടെ നരിക്കൽ മാർത്തോമ ചർച്ചിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. 24 കൊട്ടാരക്കര. മലയാളി ഡെന്നി ബേബിയുടെ മൃതദേഹം മുംബൈയിൽ എത്തിച്ചു. ഇന്നലെ ദില്ലിയിൽ എത്തിച്ച മൃതദേഹം ഇന്ന് പുലർച്ചെയാണ് ഇൻഡിഗോ വിമാനത്തിൽ മുംബൈയിൽ എത്തിച്ചത്. ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. നാളെയാണ് സംസ്കാരം. കുവൈറ്റിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായിരുന്നു ഡെന്നി. ഏകദേശം ഒരു 7 മണിയോളം വരെ ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് രാത്രിയിൽ മോർച്ചറിയിൽ പോയി. അവിടെയും പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവിടെയും ഡെന്നിയുടെ പേരില്ലായിരുന്നു. 47 ബോഡീസ് ഐഡൻറ്റിഫൈ ആയി, 2 എണ്ണം ഐഡൻറ്റിഫൈ ആയിട്ടില്ല. അങ്ങനെയൊക്കെ അകത്തുനിന്ന് പിന്നെ ഇതൊരു മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറും ഇന്ത്യൻ എംബസി ആയിട്ടുള്ള ഇതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലുതായിട്ട് ഇതിൻ്റെ അകത്ത് വിവരമൊന്നും കിട്ടുന്നില്ലായിരുന്നു ആ സമയത്ത്. പിറ്റേ ദിവസമാണ് വിവരം അറിയുന്നത്. നെയിം ഇൻക്ലൂഡഡ് ആയിരുന്നു എന്നൊക്കെ. എന്തായാലും അപകടത്തിൽ പരിക്കേറ്റവരുടെ നിലയിൽ നേരിയ പുരോഗതിയുണ്ട്. 14 മലയാളികളടക്കം 31 പേരാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. ഇവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനായി പരമാവധി സഹായങ്ങൾ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇവിടെ NTA ഡയറക്ടർ ജനറലിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് KSU GPO മാർച്ചാണിത്. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസിന് നേരെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീറ്റുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ അതിനെ വലിയ ദുരൂഹതയിൽ നിർത്തുന്ന ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം SFIയുടെയും പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ KSUവിന്റെ പ്രതിഷേധമാണ്. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുന്നുണ്ട്. അഖിൽ ഷാ അൻസാർ ചേരുന്നു. അഖിൽ, ഇതിനോടകം ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഇതിനോടകം പോലീസ് 2 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയിക്കേണ്ടത്. നമുക്കറിയുന്നത് പോലെ നീറ്റ് UG പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ്, വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യമാകെ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ പലർക്കും ചോർത്തി നൽകി. ഒപ്പം അനാവശ്യമായി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ 1000 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കുകൾ നൽകി. ഒപ്പം ഈ ചില സെന്ററുകളുടെ വിദ്യാർത്ഥികൾ മാത്രം മുഴുവൻ മാർക്കും, അത് ഒരു സെന്ററിലെ തന്നെ 10 ആളുകൾ മുഴുവൻ മാർക്കും ഉണ്ട്. ഒരുപാട് പേർക്ക്, അതായത് ഈ ടെസ്റ്റിംഗ് ഈ പരീക്ഷാ കേന്ദ്രങ്ങളൊക്കെ നടത്തുന്ന ഏജൻസികൾക്ക് ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂട്ടി നൽകി, അവർക്ക് കൂടുതൽ മാർക്ക് നൽകി എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിലുണ്ട്. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട്, സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ ഒരു പ്രസ്താവന ഉണ്ട്. അതായത് 1500ഓളം വിദ്യാർത്ഥികൾക്ക് ഒരു ആവശ്യവുമില്ലാതെ, ഒരു പരിഗണനയും വേണ്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക്
കൂട്ടി നൽകി, അവരെ ഗ്രേസ് മാർക്ക് കൂട്ടി നൽകി വിജയിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം റദ്ദാക്കി അവർക്ക് വീണ്ടും പരീക്ഷ നടത്തണം എന്നതടക്കമുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് NTA പരീക്ഷ അല്ലെങ്കിൽ NTA നടത്തിയ NEET UG പരീക്ഷ ഒരിക്കലും സുതാര്യമല്ല. ആ പരീക്ഷ ഇത്രയധികം, അതായത് 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതം തകർക്കുന്ന രീതിയിലാണ് അതിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടായത്. അതിനെതിരെയാണ് ഇപ്പോൾ KSU പ്രതിഷേധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് KSU. മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഇതിനെതിരെ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇത്തരത്തിൽ NTA ഈ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാകുന്നു, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ കണ്ട തരത്തിൽ മാർക്ക് കൂട്ടി നൽകുന്നു തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുന്ന NTA, ആ NTA ഡയറക്ടർ ജനറൽ രാജിവെക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും KSU ഉന്നയിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് GPOയിലാണ് ഇവരുടെ പ്രതിഷേധം നടക്കുന്നത്. കുറച്ച് അല്പസമയം മുമ്പാണ് ഈ പ്രതിഷേധവുമായി ഇവർ ഇവിടെ എത്തിയത്. അതിന് പിന്നാലെ ഈ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം ഇവർ നടത്തിയിരുന്നു. ഇവരുടെ ശ്രമം അത് വലിയ രീതിയിൽ തുടർന്നതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിന് പിന്നാലെ പോലീസും പ്രവർത്തകരും മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത്. NTA ഡയറക്ടറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട പ്രതിഷേധം ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മതേതരത്വം പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പറയാം ഇത് വ്യാജമാണ്, ഇത് വ്യാജമായ സ്ക്രീൻഷോട്ടാണ് എന്നുള്ളത് ഇപ്പൊ എല്ലാം വ്യക്തമായ സ്ഥിതിക്ക് എന്നോട് പിന്നെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയമുണ്ട്. ഈ വർഗീയ വെട്ടിനെ വടകരയിലെ ജനങ്ങൾ തീർത്ത പരിചയം കൊണ്ടാണ്, അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത്. ജനങ്ങൾ കൊടുത്ത മറുപടി എനിക്ക് ധാരാളം മതി. എനിക്ക് ഈ പറയുന്ന വർഗീയ ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും മതം ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ ഇവര് ഇതിന് നേതൃത്വം നൽകിയവർ, തയ്യാറായവർ, ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയ CPM-ന്റെ പ്രവർത്തകരോടെങ്കിലും ഒരു മാപ്പ് പറയൂ. അത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ആളുകൾ ഇത് വ്യാജമാണെന്ന് പുറത്തറിഞ്ഞിട്ടും എതിർ സ്ഥാനാർത്ഥിയെ കാഫിറാക്കുന്ന വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് CPM-ന്റെ ഔദ്യോഗിക പരിപാടി LDF-ന്റെ വടകരയിൽ നടന്നു. ഇത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ തന്ന മതത്തിനും ഒരു പരിധി വരെ രാഷ്ട്രീയത്തിനും അതീതമായി ഇവിടുത്തെ ജനങ്ങൾ തന്ന പിന്തുണ കണ്ട് ഭയന്നിട്ട് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ. ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വടകരയിലെ ആ കാഫർ സ്ക്രീൻഷോട്ട്, പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ആ കാഫർ സ്ക്രീൻഷോട്ട് യഥാർത്ഥത്തിൽ ആ MSF പ്രവർത്തകന്റെ കാസിം എന്ന് പറയുന്ന ആ പ്രവർത്തകന്റെ ഫോണിൽ നിന്നോ ഒന്നുമല്ല പ്രചരിച്ചെന്ന് കണ്ടെത്തിയിരുന്നു പോലീസ്. അപ്പോൾ അതിന്റെ തുടർച്ചയിൽ ഇത് വ്യാജമാണ്, അതിന് പിന്നിൽ CPM തന്നെയാണെന്ന് ആരോപിക്കുകയാണ് ഷാഫി പറമ്പിൽ. അതിനുള്ള പ്രതികരണമാണ്. ഓക്കെ. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ ആണ് നടപടി. സഹനിർമ്മാതാവ് ഷോൺ ആന്റണിയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വിളിച്ചുവരുത്തിയാണ് സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് നടപടി. 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചെന്നും ചിത്രത്തിന് 250 കോടി രൂപ കളക്ഷൻ ലഭിച്ചിട്ടും മുടക്കുമുതൽ പോലും തിരികെ കിട്ടിയില്ലെന്നുമാണ് അരൂർ സ്വദേശി സിറാജിന്റെ പരാതി. കേസെടുത്ത് അന്വേഷണം നടത്തിയ പോലീസ് സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് EDയുടെ ഇടപെടൽ. സഹനിർമ്മാതാവ് ഷോൺ ആന്റണിയെ ED നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. സൗബിൻ ഷാഹിറിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. നിർമ്മാതാക്കളുടെ സാമ്പത്തിക സ്രോതസ്, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ED അന്വേഷണം. വിനീത VG, 24, കൊച്ചി. വികസനത്തിൽ കൊമ്പുകോർത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും K കരുണാകരനും O രാജഗോപാലും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ വികസനം പിന്നീട് ആരും നടത്തിയിട്ടില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ താൻ എന്തു ചെയ്തുവെന്ന് ജനത്തിനറിയാമെന്ന് V മുരളീധരൻ തിരിച്ചടിച്ചു. തൃശൂരിൽ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സ്വർണ്ണക്കൊന്തയും സമർപ്പിച്ചു. തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലെത്തി K കരുണാകരന്റെയും ഭാര്യയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങവെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ O രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്.
കെ കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവെന്നും ഇന്ദിരാഗാന്ധി ആധുനിക ഇന്ത്യയുടെ മാതാവെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ, അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും അപമര്യാദയല്ല. പിന്നാലെ സുരേഷ് ഗോപിക്ക് മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തത്. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കും. അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയും. നിങ്ങൾ പറയുന്നത് തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്, അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചുള്ള സുരേഷ് ഗോപിയുടെ പരാമർശത്തോട് വി മുരളീധരൻ പ്രതികരിച്ചില്ല. വിജയത്തിനു ശേഷം തൃശൂർ ലൂർദ് പള്ളിയിലെത്തിയ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. 24 തൃശൂർ. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു, 2 ജവാന്മാർക്ക് പരിക്കേറ്റു. 8 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ സേന വധിച്ചു. നാരായൺപൂർ ജില്ലയിലാണ് 2 ദിവസമായി ഏറ്റുമുട്ടൽ തുടരുന്നത്. നിതിൻ അംബുജൻ ചേരും. നിതിൻ, ഏറ്റുമുട്ടൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ ഈ മാവോയിസ്റ്റ് മേഖലയിൽ ഏറ്റുമുട്ടൽ കേൾക്കാതിരിക്കുകയായിരുന്നു നിതിൻ. ഹാഷ്മി, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി നാരായൺപൂർ ജില്ലയിലെ അബൂജ് മണ്ഡി എന്ന മേഖലയിൽ, വനമേഖലയാണിത്, ഇവിടെ ഏറ്റുമുട്ടൽ നടന്നു വരികയായിരുന്നു. സംയുക്ത സേനയുടെ തിരച്ചിലിടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പിന്നീട് 2 ദിവസം ഈ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ സേന പങ്കുവച്ചത്. 8 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നാണ് സേന അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഒരു ജവാൻ വീരമൃത്യു വരിച്ചു, 2 ജവാന്മാർക്ക് പരിക്കേറ്റുവെന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സേന പങ്കുവയ്ക്കുന്നു. ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കൂടാതെ ITBP ഇത്തരത്തിൽ സംയുക്തമായുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഈ അബൂജ് മണ്ഡിയിൽ നടക്കുന്നത്. നമുക്കറിയാം, നേരത്തെ നാരായൺപൂർ അതോടൊപ്പം തന്നെ വസ്കർ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് മേഖലയിൽ തിരച്ചിലും അതോടൊപ്പം തന്നെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നത്. ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് സേന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഈ മേഖലയിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, 4 ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ദണ്ഡേവാഡ്, കാർവാർ അടക്കമുള്ള 4 ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ഓപ്പറേഷൻ, ആ ഒരു ഓപ്പറേഷനാണ് ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നത്. ഹാഷ്മി. ഓക്കെ, നിതിൻ അംബുജനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വിവിധയിടങ്ങളിൽ നേരിയ ഭൂചലനമുണ്ടായി. 3 തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. കുന്നംകുളത്ത് നിരവധി വീടുകൾക്ക് വിള്ളൽ വീണു. ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുകയാണ് അധികൃതർ. പ്രത്യേക സംഘം പ്രദേശത്ത് പരിശോധനയും നടത്തി. ഇന്നു രാവിലെ 8:15 ഭൂചലനം അനുഭവപ്പെട്ടത്. 3 മുതൽ 4 സെക്കൻഡ് വരെ നീണ്ടുനിന്നു. വലിയ ശബ്ദത്തോടെയായിരുന്നു പ്രകമ്പനം. പരിഭ്രാന്തരായവർ വീടിന് പുറത്തേക്കോടി. കുറച്ച് അധികം നേരം മുഴക്കം വന്നു. ചെറിയൊരു വൈബ്രേഷനെ തോന്നിയുള്ളൂ. അപ്പം ഇനി വല്ല വെടിമരുന്നിൻ്റെ എന്തെങ്കിലും ആണെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ നല്ല കാര്യമായിട്ടുള്ള ഒരു വൈബ്രേഷൻ തന്നെയാണ് ഉണ്ടായെന്നാണ് തോന്നുന്നത്. സിറ്റ് ഔട്ടിലായിരുന്നു, പുറത്തൊക്കെ ഓടിയിട്ടില്ല. ഒന്ന് അന്താളിച്ച് നിന്നുപോയി. തൃശൂരിൽ പഴയന്നൂർ മുതൽ മുണ്ടൂർ വരെയും, പാലക്കാട് തൃത്താല മണ്ഡലത്തിലും കൂറ്റനാട്, തിരുമുറ്റക്കോട്, മുണ്ടൂർ ഭാഗങ്ങളിലുമാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. തീവ്രത 3 രേഖപ്പെടുത്തി. ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഭൂചലനമുണ്ടായ മേഖലയിൽ പരിശോധനയ്ക്ക് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. 24 തൃശൂർ. മഴയൊന്ന് ആർത്തു പെയ്താൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീഴുമോ എന്ന് പേടിച്ചു കഴിയുന്ന പാലക്കാട് മലമ്പുഴയിലെ 4 കുടുംബത്തിന് കൈത്താങ് ആശ്വാസം. 90 ദിവസത്തിനുള്ളിൽ വീട് വെച്ച് നൽകും എന്നറിയിക്കുകയാണ് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ്. 24 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. അതിയായ സന്തോഷം എന്ന് കുടുംബം പ്രതികരിച്ചു. 24 ബിഗ് ഇമ്പാക്ട്. ഞങ്ങൾക്കൊരു പുതിയ വീട് വെച്ചായിരുന്നു, കടക്കാനും പഠിക്കാനൊക്കെ. അവിടെ ഇരുന്ന് പഠിക്കാനൊക്കെ പേടിയാണ് എനിക്ക്. മഴ വരുമ്പോഴേക്ക് പേടിയാവും അല്ലേ? മഴ വരുന്നത് കണ്ട ഒരു ചാറ്റിൽ കയറ്റി ഞങ്ങൾ പെട്ടെന്ന് അടയ്ക്കൂ പേടിയായിട്ട്. പാലക്കാട് മലമ്പുഴയിലെ വിജയാനന്ദൻ, രജനി ദമ്പതികളുടെ വീട്ടിൽ ഇന്നലെ കണ്ട കാഴ്ചയാണിത്. മഴയിൽ തകർന്നു വീണ കൂരയ്ക്ക് മുന്നിൽ നിസ്സഹായരായി ഒരു അച്ഛനും അമ്മയും. എന്തു ചെയ്യണമെന്നറിയാതെ മക്കളായ ആദിവിഷ്ണുവും ആദിദേവും. നിർധന കുടുംബത്തിന്റെ ഈ ദുരവസ്ഥയ്ക്കാണ് അറുതിയാകുന്നത്. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് 90 ദിവസത്തിനകം കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഈ കുടുംബത്തിന് വരുന്ന 90 ദിവസങ്ങൾക്കുള്ളിൽ വീട് നിർമ്മിച്ച് അവർക്ക് അവിടെ താമസ സൗകര്യം ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ കൈമാറുന്നതായിരിക്കും. അവരുടെ വീട് സന്ദർശിക്കുകയും അവരുടെ മറ്റു പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ അവരെ സഹായിക്കുമാണ് ഞങ്ങളുടെ ഉദ്ദേശം. വീടൊരുങ്ങുന്നുവെന്നറിഞ്ഞതോടെ കുടുംബം അളവറ്റ സന്തോഷത്തിലാണ്. വളരെയധികം സന്തോഷമുണ്ട്.
വളരെയധികം സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അവർക്ക് ഒരുപാട് 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 ആരോഗ്യ സൗഖ്യം കൊടുക്കട്ടെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. സന്തോഷമായി എനിക്ക്. സന്തോഷമായി. അദ്ദേഹത്തോട് ആണെങ്കിൽ ഒരു താങ്ക്സ് പറഞ്ഞോ? താങ്ക്സ്. ഒരു വാർത്ത എങ്ങനെ അവരുടെ ജീവിതങ്ങൾക്ക് നിറം നൽകുന്നു എന്നുള്ളത് നേരിൽ കണ്ട നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിൽ പോയത്. അതിൽ ഒരുപാട് നന്ദി. നെഹ്റു ഗ്രൂപ്പിന് നന്ദി, 24 നന്ദി. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിരുന്നെങ്കിലും ഇവർ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതോടെ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം അന്യമായിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെ വീണ്ടും അതിന് ചിറകുമുളച്ചിരിക്കുകയാണ്. ഉടൻ സ്ഥലം സന്ദർശിക്കുമെന്ന് നെഹ്റു ഗ്രൂപ്പ് അറിയിച്ചു. എന്തായാലും ഇത് തന്നെയാണ് വാർത്ത. ഇത്തരത്തിലുള്ള ഇടപെടൽ തന്നെയാകണം വാർത്ത എന്ന് ഞങ്ങളും തിരിച്ചറിയുകയാണ്. എന്തായാലും ഇതിനുവേണ്ടി ഇടപെട്ട നെഹ്റു ഗ്രൂപ്പിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഞങ്ങൾ അറിയിക്കുകയുമാണ്. രാജീവ് സുദേവിനൊപ്പം മലമ്പുഴയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകാമെന്ന് പറഞ്ഞ് അധികൃതർ വഞ്ചിച്ചുവെന്ന് പരാതി. ലൈഫ് മിഷനിൽ വീട് ലഭിച്ചെന്ന് പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് ഉണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പഴയ വീട് പൊളിച്ചു മാറ്റിയപ്പോഴാണ് മറ്റൊരു സാവിത്രിക്കാണ് വീട് എന്ന് പഞ്ചായത്ത് അധികൃതർക്കും അറിയിച്ചത്. തുടർന്ന് വിവരം അന്വേഷിക്കാൻ എത്തിയപ്പോൾ സാവിത്രിയെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പൂട്ടിയിടുകയും ചെയ്തു. അരുൺ പാർക്കൽ വിവരങ്ങളും ചേർന്നു. അരുൺ, വിചിത്രമായി തോന്നുന്നു, സംഭവം എന്താണ്? ഹഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഈ പൂട്ടിയിടൽ, അതായത് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിനുള്ളിൽ വീടന്വേഷിച്ചിരുന്ന വീടിൻ്റെ നേരത്തെ നൽകിയ രേഖകൾ അന്വേഷിച്ചിരുന്ന സാവിത്രിയെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം അബ്ദുൽ നാസർ പൂട്ടിയിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതിൻ്റെ ഒരു സംഭവം ഇങ്ങനെയാണ്. ഈ സാവിത്രിക്ക് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ അടുക്കത്ത് ബയൽ സ്വദേശിയായ ഈ സാവിത്രിക്ക് ലൈഫ് മിഷനിൽ വീട് ലഭിച്ചു എന്ന് പഞ്ചായത്തിൽ നിന്ന് അറിയിക്കുന്നു. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ വീട്, അവർക്ക് ആകെ ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കാനും പഞ്ചായത്തിൽ നിന്ന് വിഇഒ തന്നെ ആവശ്യപ്പെടുന്നു. ഇതിനെ തുടർന്ന് അവർ പഴയ വീട് പൊളിച്ചു നീക്കുന്നു. തുടർന്ന് വിവാഹം കഴിച്ചു നൽകിയ മകളുടെ സ്വർണവും അതുപോലെ തന്നെ വായ്പയും എടുത്ത് പുതിയ വീട് നിർമ്മിക്കുന്നതിനായി ചില സാമഗ്രികൾ വാങ്ങുന്നു. മാത്രമല്ല കുഴൽക്കിണർ കുഴിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഈ പഞ്ചായത്തിൽ നിന്ന് വിവരം ലഭിക്കുന്നു, നിങ്ങളല്ല ആ സാവിത്രി, മറ്റൊരു സാവിത്രിക്കാണ് വീട് ലഭിച്ചത് എന്നാണ്. നിങ്ങൾക്ക് വീട് നൽകാൻ കഴിയില്ല എന്നൊരു വിവരം ഈ സാവിത്രിയെ അറിയിക്കുന്നു. ഇതിനെ തുടർന്ന് ആ കുടുംബം പെരുവഴിയിലാകുന്നു. ആ കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്ന വീട് പോലും നഷ്ടമാവുന്നു. നിലവിൽ 2 മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 2 ആൺമക്കളും ഭർത്താവും ഉൾപ്പെടെ, ഈ സാവിത്രിക്കും ശാരീരികമായി സുഖമില്ല, ഇവരുൾപ്പെടെയുള്ള ആ കുടുംബം താമസിക്കുന്നത് ടാർപോളിംഗ് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു ഷെഡിലാണ്. പക്ഷേ പഞ്ചായത്ത് അധികൃതർ ഇതുവരെയും യാതൊരു വിധത്തിലുള്ള മറുപടിയോ ഈ കാര്യത്തിലൊരു പരിഹാരമോ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. കളക്ടറും ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിഹാര നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ അടുത്ത് പഞ്ചായത്തിൽ ചെന്ന് സാവിത്രി ഈ ലൈഫ് മിഷനിൽ നൽകിയ രേഖകൾ, അതായത് ലൈഫ് മിഷന് വേണ്ടി ചില രേഖകൾ, വീടിൻ്റെ ചില രേഖകളും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ചില രേഖകളും പഞ്ചായത്തിൽ സമർപ്പിച്ചിരുന്നു. ആ രേഖകൾ ഉൾപ്പെടെ തിരിച്ചു ചോദിക്കാൻ വേണ്ടി അവിടെ ചെന്നു. എന്നാൽ സാവിത്രിയോട് കയർക്കുകയും ഈ രേഖകൾ തിരിച്ചു നൽകാൻ മടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഈ റൂമിൽ, അതായത് വിഇഒയുടെ റൂമിൽ സാവിത്രിയെ പൂട്ടിയിട്ട് വിഇഒ പുറത്തിറങ്ങിയത്. എന്തായാലും പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഈ വിഇഒക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പകരം വിഇഒയും സാവിത്രിക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നൊരു പരാതി നൽകിയിട്ടുണ്ട്. ഈ 2 പരാതികളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ഗുരുതരമായ ഒരു അനാസ്ഥ ഉണ്ടായി എന്നാണ് ഹാഷ്മി ഇവിടെ സൂചിപ്പിക്കാൻ കഴിയുന്നത്. കാരണം സാവിത്രിക്ക് വീട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു, ലൈഫ് മിഷനിൽ വീട് പാസ്സായി എന്ന് അറിയിക്കുന്നു. അതിനുശേഷം ആ വീട് പൊളിക്കുകയും ചെയ്യുന്നു. വീട് പൊളിച്ചതിന് ശേഷം വീടില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികം രോഷമുണ്ടാകും. അതിനൊക്കെ അപ്പുറം സാവിത്രിയെ ഓഫീസിൽ പൂട്ടിയിടുകൂടി ചെയ്യുന്നു. അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ. പൊതുപരിപാടിക്ക് CPIM നേതാക്കൾ എത്താൻ വൈകിയതിൽ അതൃപ്തി പരസ്യമാക്കി മുൻ മന്ത്രി G. സുധാകരൻ വേദി വിട്ടു. ഹരിപ്പാട് CBC വാരിയർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നാണ് മുതിർന്ന നേതാവ് ഇറങ്ങിപ്പോയത്. പരിപാടി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര കമ്മിറ്റി അംഗമടക്കം 45 മിനിറ്റ് വൈകിയാണ് വേദിയിൽ എത്തിയത്. CBC വാരിയർ ഫൗണ്ടേഷൻ ഹരിപ്പാട് S&S ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുരസ്കാര വിതരണത്തിനാണ് G. സുധാകരനെ ക്ഷണിച്ചത്. പരിപാടി തുടങ്ങേണ്ടത് 10 മണിക്ക്. കൃത്യസമയത്ത് G. സുധാകരൻ എത്തി. ഉദ്ഘാടകയായ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയോ നോട്ടീസിൽ പേരുള്ള മന്ത്രി സജി ചെറിയാൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടറി R. നാസർ എന്നിവർ അരമണിക്കൂർ കഴിഞ്ഞും എത്തിയില്ല. അത്രയും നേരം വേദിയിൽ ഒറ്റയ്ക്കിരുന്ന G. സുധാകരൻ ഒടുവിൽ മടങ്ങി. മറ്റൊരു പരിപാടിയിൽ കൃത്യസമയത്ത് എത്തണമെന്നായിരുന്നു വിശദീകരണം. 10:45 ഉദ്ഘാടക CS സുജാത വേദിയിലെത്തി. പിന്നാലെ നേതാക്കളായ CB ചന്ദ്രബാബുവും R. നാസറും സത്യപാലനും എത്തി. 11 മണിയോടെ ചടങ്ങ് ആരംഭിച്ചു. തിരക്കുകൾ മൂലം മന്ത്രി സജി ചെറിയാൻ ചടങ്ങിനെത്തിയില്ല.
24 ആലപ്പുഴ. കുറച്ച് കർക്കശക്കാരൻ ആണ് നേരത്തെ ജി സുധാകരൻ. മാത്രമല്ല നേരത്തെ ചില അതൃപ്തികളൊക്കെ അദ്ദേഹം നമ്മളോട് പ്രതികരണത്തിൻ്റെ രൂപത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിലൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. ഓക്കെ, ഇന്ന് അറഫ സംഗമം. ഹജ്ജ് തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫയിലേക്ക് ഒഴുകുകയാണ്. ഇന്നത്തെ പകൽ മുഴുവൻ അറഫയിൽ പ്രാർത്ഥനയുമായി കഴിയുന്ന തീർത്ഥാടകർ രാത്രി മുസ്ദലിഫയിലേക്ക് നീങ്ങും. ഹജ്ജ് തീർത്ഥാടകരെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സുദിനമാണിന്ന്, അറഫ ദിനം. ഇന്നത്തെ പകൽ മുഴുവൻ തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന്റെ ഭാഗമാകാൻ തീർത്ഥാടക ലക്ഷങ്ങൾ ഇന്നലെ രാത്രിയോടെ തന്നെ മിനായിൽ നിന്ന് യാത്ര ആരംഭിച്ചിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി എല്ലാ തീർത്ഥാടകരും അറഫയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ഒരു നവജാത ശിശുവിന്റെ നൈർമല്യത്തിലേക്ക് മനുഷ്യനെ മാറ്റുന്ന കർമ്മമാണ് അറഫ. അതിൽ സംഗമിക്കുന്ന ഒരാൾക്കാണ് ഹജ്ജ് ലഭിക്കുന്നത്. അറഫയാണ് ഹജ്ജിന്റെ ആത്മാവ്. മിനായിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ അകലെയുള്ള അറഫയിലേക്ക് ബസ്സുകളിലും മെട്രോയിലുമൊക്കെയാണ് തീർത്ഥാടകർ പോകുന്നത്. അറഫയിലെ മസ്ജിദ് നമറയിൽ ഇന്ന് നടക്കുന്ന നമസ്കാരത്തിനും ഖുതുബക്കും ഹറം ഇമാം ഷെയ്ഖ് മാഹിർ അൽ മൊയഖലി നേതൃത്വം നൽകും. പ്രവാചകൻ തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ജബൽ റഹ്മ എന്ന മല തീർത്ഥാടകരെ കൊണ്ട് നിറയും. മക്കയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന തീർത്ഥാടകരെ ആംബുലൻസുകളിൽ അറഫയിലെത്തിക്കും. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങുന്ന തീർത്ഥാടകർ രാത്രി മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്ത് കഴിയും. മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ച് നാളെ രാവിലെ ഹാജിമാർ മീനായിൽ തിരിച്ചെത്തും. ബലിപെരുന്നാൾ ദിവസമായ നാളെയാണ് മീനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കുന്നത്. അറഫയാണ് ഹജ്ജ് എന്നാണ് പ്രവാചക വചനം. അതുകൊണ്ട് തന്നെ അറഫ സംഗമത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാ തീർത്ഥാടകരും. ഇന്നത്തെ അറഫ സംഗമവും രാത്രി മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് നാളെ രാവിലെ തീർത്ഥാടകരെല്ലാം മീനായിൽ തിരിച്ചെത്തും. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. അതിനിടയിൽ ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തെരുവുകളിൽ നമസ്കാരത്തിന് നിരോധനം ഏർപ്പെടുത്തി. അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതിന് വിലക്കുണ്ട്. നിയമപരമല്ലാതെ കശാപ്പ് നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കും. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആണ് ഉത്തരവെന്നാണ് സർക്കാർ വിശദീകരണം. പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ബിജെപിക്കെതിരായ വിവാദ പരാമർശം മയപ്പെടുത്തുന്നു RSS നേതാവ് ഇന്ദിരേഷ് കുമാർ. രാമനെ പൂജിച്ചവർ അഹങ്കാരികളായപ്പോൾ 241 സീറ്റിൽ ഒതുങ്ങി എന്നാണ് ഇന്നലെ പറഞ്ഞത്. രാമക്ഷേത്രം പുനർനിർമ്മിച്ചവർ അധികാരത്തിലേക്ക് എത്തിയെന്നാണ് തിരുത്ത്. RSS മേധാവി മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ രാജസ്ഥാനിലെ ജയ്പൂരിൽ പൊതുപരിപാടിയിലാണ് അഹങ്കാരികളെ ശ്രീരാമൻ 241 സീറ്റിലൊതുക്കിയെന്ന് RSS നേതാവ് ഇന്ദിരേഷ് കുമാർ പ്രസംഗിച്ചത്. കോൺഗ്രസ് ഉൾപ്പെടെ ഇത് ആയുധമാക്കിയതോടെ RSS നേതൃത്വം ഇടപെട്ടുവെന്നാണ് സൂചന. രാമനെ എതിർത്തവർ അധികാരത്തിന് പുറത്തു നിൽക്കുന്നുവെന്നും ശ്രീരാമക്ഷേത്രം പുനർനിർമ്മിച്ചവർ അധികാരത്തിലെത്തിയെന്നും ഇന്ദിരേഷിന്റെ തിരുത്ത്. जो राम विरोधी थे वो सत्ता से बाहर हैं और जो राम के भक्त थे वो सत्ता में हैं. इसलिए तीसरी बार प्रधानमंत्री श्री नरेंद्र मोदी बने हैं और देश उनके नेतृत्व में आगे जाने वाला है. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് RSS മേധാവി മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത്. ഉത്തർപ്രദേശിലെ BJPയുടെ ലോക്സഭാ ഫലത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തിയേക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ നരേന്ദ്രമോദിക്കും BJP നേതൃത്വത്തിനുമെതിരെ പരോക്ഷ വിമർശനവുമായി മോഹൻ ഭഗവത് രംഗത്ത് വന്നിരുന്നു. യഥാർത്ഥ സ്വയം സേവകൻ അഹങ്കാരിയാകില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മാന്യത പാലിക്കപ്പെട്ടില്ലെന്നുമാണ് മോഹൻ ഭഗവത് പറഞ്ഞത്. 24 ഡൽഹി. ഏതു മണ്ഡലം നിലനിർത്തണമെന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഉടനുണ്ടാകും. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയിലെ പൊതുവികാരവും കണക്കിലെടുത്ത് രാഹുൽ വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലി നിലനിർത്താനാണ് സാധ്യത. രാഹുലിന്റെ ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്ന ആവശ്യം ശക്തമാണ്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിനും രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. BJPയോട് പോരാടാൻ രാഹുൽ വടക്കേ ഇന്ത്യയിൽ തന്നെ തുടരണമെന്നും ഇവർ പറയുന്നു. UDFന്റെ ഉറച്ച മണ്ഡലമായ വയനാട് നിലനിർത്തുന്നതുകൊണ്ട് പാർട്ടിക്ക് വലിയ ഗുണവുമില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അന്തിമ തീരുമാനം രാഹുലിന് വിട്ടിരിക്കുകയാണ്. 17-നകം രാഹുൽ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന മണ്ഡലമായ വയനാടിനോട് രാഹുലിന് വൈകാരികമായ അടുപ്പമുണ്ട്. രാഹുൽ ഗാന്ധി ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് സജീവ പരിഗണനയിൽ. രാഹുൽ വയനാടാണ് ഒഴിയുന്നതെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നേതാക്കളെ തന്നെ മത്സരിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുമുണ്ട്. 24 ഡൽഹി. 4ാം ലോക കേരള സഭാ സമ്മേളനം ഇന്ന് സമാപിക്കും. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടെയാണ് സമാപനം.
വിമാനക്കോലി മുതൽ NRI കോട്ടയിലെ ചൂഷണം വരെ സമ്മേളനത്തിൽ ചർച്ചയായി. പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ലോക കേരള സഭ പ്രമേയം പാസാക്കി. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 1.5 ദിവസമാണ് 4ാം ലോക കേരള സഭയുടെ സമ്മേളനം ചേർന്നത്. ഇന്ന് 7 മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗ് നടന്നു. 8 വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടും ചർച്ചയായി. പ്രവാസികൾ അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മറുപടി പറയും. സ്പീക്കർ AN ഷംസീറാണ് സമാപന പ്രസംഗം നടത്തുന്നത്. വിമാനക്കൂലി മുതൽ കോളേജ് പ്രവേശനത്തിനുള്ള NRI കോട്ടയിലെ ചൂഷണം വരെ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഗൾഫ് മേഖലാതല ചർച്ച. മടങ്ങിവരുന്ന പ്രവാസികളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രീൻ ചാനൽ ഒരുക്കണം. മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന് എംബാം സർട്ടിഫിക്കറ്റ് മുൻകൂർ വേണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്നും പ്രവാസി അദാലത്ത് സംഘടിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു. പ്രവാസി ക്ഷേമ പദ്ധതികൾ തങ്ങൾക്ക് കൂടി ലഭ്യമാക്കണമെന്നായിരുന്നു ഇതര സംസ്ഥാനങ്ങളിലെ മലയാളികളുടെ ആവശ്യം. കീം പരീക്ഷയ്ക്ക് സംസ്ഥാനത്തിന് പുറത്ത് കേന്ദ്രങ്ങൾ തുടങ്ങണം. വിദഗ്ധ തൊഴിലാളികൾക്ക് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തണമെന്ന കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. ബാർ കോഴ വിവാദത്തിൽ മകനെതിരെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ബാർ ഉടമ അനിമോനുമായി ബന്ധമുള്ള CPIM നേതാവ് ആണ് ഗൂഢാലോചന നടത്തിയതെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും തിരുവഞ്ചൂർ 24നോട് പറഞ്ഞു. ശബ്ദരേഖ പുറത്തു വന്നത് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുത്തിരുന്നു. പിന്നാലെ CPIM ഇത് രാഷ്ട്രീയ ആയുധമാക്കി. തിരുവഞ്ചൂരിന്റെ ഓഫീസിലേക്ക് കോട്ടയം ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തുകയും ചെയ്തു. ഇതോടെയാണ് CPIMനെതിരെ തിരുവഞ്ചൂർ രംഗത്ത് വന്നത്. ബാറുടമ അനിമോനുമായി അടുത്ത ബന്ധമുള്ള CPIM സംസ്ഥാന സമിതി അംഗം ആരാണെന്ന് വ്യക്തമാക്കണമെന്നാണ് തിരുവഞ്ചൂർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് വിശദമായി അന്വേഷിക്കണം. ഇവർ പറയുന്നത് പോലെ ഒരു ബാറിലും എൻ്റെ മോന് ഒരു അംഗത്വമില്ല, ഒരു അഡ്മിനുമല്ല, അവനതുമായിട്ട് ഒരു ബന്ധവുമില്ല. അനിമോനുമായിട്ട് ബന്ധമുള്ള ആളുകളുണ്ടോ CPMൽ? ഒന്ന് തിരക്കിയാൽ മതി. അല്ല, തിരക്കിൽ ഇവിടെയുണ്ട്, ഈ ലൊക്കേഷനിലുണ്ടല്ലോ, അവൻ തിരക്കിയാൽ മതി. എന്നാൽ തിരുവഞ്ചൂരിന്റെ ആരോപണത്തിൽ മറുപടി പറയാൻ CPIM നേതാക്കൾ തയ്യാറായില്ല. ശബ്ദരേഖ പുറത്തുവന്നത് സർക്കാരിനെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് നേതാക്കൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ UDFും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. അനിമോനുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കം ഇതോടെ CPIMനെയും കോൺഗ്രസിനെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ്. 24 കോട്ടയം. വടകരയിലെ ആ കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് ഖാസിമിന് പങ്കില്ലെന്ന പോലീസ് റിപ്പോർട്ട് ആയുധമാക്കുന്നു UDF. സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച മുൻ MLA KK ലതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസമാണ് മുഹമ്മദ് ഖാസിമിന്റെ പേരിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. അന്നു മുതൽ തന്നെ പങ്കില്ലെന്നും സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും ഖാസിമും UDFും ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് കേസെടുത്തു. KK ലതിക ഉൾപ്പെടെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തി. എന്നാൽ അന്വേഷണം എങ്ങും എത്താതായതോടെ ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനെ തുടർന്ന് പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഖാസിം പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനല്ലെന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് വിഷയം വീണ്ടും സജീവമാക്കാൻ UDF തീരുമാനിച്ചത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, പോലീസ് ആക്ട് ചെയ്യുന്നത് CPMന്റെ പോഷക സംഘടന പോലെയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹൈക്കോടതി ഇടപെട്ടപ്പോൾ ഖാസിം നിരപരാധിയാണ് റിപ്പോർട്ട് കാരണം. ഇനി ആരാണ് കുറ്റവാളി, ആരാണ് കണ്ടുപിടിക്കണ്ടേ? ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇത് പ്രചരിപ്പിച്ചവർ തന്നെയാണ് ഇതിരിപ്പിച്ചിട്ടുള്ളത്. പോലീസ് അന്വേഷണം ഇനിയും നിഷ്ക്രിയമായാൽ മറ്റേതെങ്കിലും ഒരു ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും UDF തീരുമാനിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. കോഴിക്കോട് മാങ്കാവിൽ നടുറോഡിൽ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. 2 സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലാണ് തെറിവിളിയും കയ്യാങ്കളിയും ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നത്. അഭിജിത്ത്, എന്താണ് സംഭവം? ഇപ്പോൾ സ്ഥിരം ബസ്സിലോടുന്ന മത്സര ഓട്ടം, അതിലൊരാൾ ജയിക്കുക, ഒരാൾ തോക്കുക, തുടർന്നുള്ള കലാപം, അങ്ങനെയാണോ കരുതാൻ? ഹാഷ്മി, തനി ഗുണ്ടായിസം എന്നല്ലാതെ ഈ പ്രവൃത്തിയെ മറ്റൊരു വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം നടു റോട്ടിൽ ബസ് നിർത്തിയിട്ട് ഗതാഗതം സ്തംഭിപ്പിക്കുന്ന രീതിയിലാക്കിയാണ് ഇത്തരത്തിലൊരു പ്രകടനം ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം. കോഴിക്കോട് നിന്ന് പന്തീരാങ്കാവിലേക്ക് പോകുന്ന 2 ബസ്സുകളാണ്. അമീൻ, സലാമത്ത് എന്നിങ്ങനെയാണ് ഈ ബസ്സുകളുടെ പേരുകൾ. ഈ ബസ് മാങ്കാവിൽ എത്തിയപ്പോഴാണ് സമയക്രമവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഈ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടായത്. തുടർന്ന്
തുടർന്ന് ബസ് ഈ നടു റോട്ടിൽ നിർത്തിയിട്ടതിന് ശേഷം ഈ മുൻപിലുണ്ടായിരുന്ന ബസ്സിലെ ജീവനക്കാർ പുറത്തിറങ്ങി വന്ന് പുറകിലെ ബസ്സിലെ ജീവനക്കാരെ തെറിവിളിക്കുന്നു, ആക്രോശിക്കുന്നു, ബസ്സിനകത്തേക്ക് കൈയിട്ട് ഇതിനുള്ളിലെ കണ്ടക്ടറെയും ഡ്രൈവറെയും ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാനായി സാധിക്കുന്നത്. അത് ആ ബസ്സിലെ തന്നെ ഒരു യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഈ ബസ്സിൻ്റെ അത് ഹൈഡ്രോളിക് വാതിലാണ്, ഹൈഡ്രോളിക് ഡോറാണ്. അത് തുറക്കാൻ സാധിക്കാതിരുന്നതിനാൽ മാത്രമാണ് ഈ പുറത്തുനിന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഈ 2 ജീവനക്കാർ അകത്ത് കയറി ഒരു ആക്രമണം നടത്താതിരുന്നത്. ഈ ബസ്സിൽ നിന്ന് നമുക്ക് ശബ്ദം കേൾക്കാം, യാത്രക്കാരുണ്ട്, നിങ്ങൾ എന്താണ് ഈ കളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ബസ്സിനകത്തുള്ള യാത്രക്കാർ വിളിച്ചു ചോദിക്കുന്നത് കേൾക്കാം. പക്ഷെ അതൊന്നും പരിഗണിക്കാതെയാണ് ഈ തെറിവിളിയും ഭീഷണിയും കയ്യാങ്കളിയും ഒക്കെ നടക്കുന്നത്. ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഹാഷ്മി, അഭിജിത്ത് മുഴക്കുന്നതാണ്. നട റോഡിൽ തന്നെ ഗുഡായിസം സ്റ്റൈലിലാണ്. അത് കേസെടുക്കണോ, സ്വമേധയാ കേസെടുക്കണോ എന്നൊക്കെ പോലീസ് ആലോചിക്കട്ടെ. ഇറ്റലിയിൽ G7 ഉച്ചകോടിയിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI ഫോർ ഓൾ അഥവാ എല്ലാവർക്കും നിർമ്മിത ബുദ്ധി എന്ന ആശയം പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. യുക്രൈന് കൂടുതൽ സഹായം വാഗ്ദാനം നൽകി. ഉച്ചകോടിക്ക് സമാപനവുമായി. നിർമ്മിത ബുദ്ധി, യുക്രൈൻ യുദ്ധം, ഇൻഡോ പാക് മേഖല നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങൾ G7 ഉച്ചകോടിയിൽ ചർച്ചയായി. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വികസനം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ, സമുദ്രതല വാണിജ്യം തുടങ്ങിയ വിഷയങ്ങളും ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനി തുടങ്ങിയവരുമായി നരേന്ദ്രമോദി ചർച്ച നടത്തി. സമാധാനത്തിലേക്കുള്ള വഴി നയതന്ത്ര ചർച്ചകളാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി പറഞ്ഞു. ഖലിസ്ഥാൻ തീവ്രവാദത്തിന്റെ പേരിൽ നയതന്ത്രബന്ധം വഷളായതിനുശേഷം ആദ്യമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വേദി പങ്കിട്ടു. ഉച്ചകോടിയിൽ പങ്കെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ G7 ഉച്ചകോടിയിൽ അതിഥിയായെത്തിയത്. ഇറ്റലിയുടെ തെക്കൻ നഗരമായ അപ്പുലിയയിൽ നടന്ന ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സെൽഫി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഇറ്റലിയിലെ G7 ഉച്ചകോടിക്കിടയിലുള്ള ചിത്രം ഇറ്റാലിയൻ പ്രധാനമന്ത്രി തന്നെയാണ് എക്സിൽ പങ്കുവച്ചത്. മെലോഡി എന്ന ഹാഷ്ടാഗോടെയാണ് ചിത്രം പോസ്റ്റ് ചെയ്തത്. നമസ്തേ പറഞ്ഞാണ് മെലോണി മോദിയെ ക്ഷണിച്ചത്. 2023 കോപ്പ് സമ്മേളനത്തിനിടെ എടുത്ത ഇരുവരുടെയും ചിത്രങ്ങൾ വൈറലായിരുന്നു. ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു. നാളെയാണ് യോഗം. തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളും അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള സുരക്ഷാ മുൻകരുതലുകളും ഈ യോഗത്തിൽ ചർച്ചയാകും. ജമ്മു കശ്മീരിലെ റിയാസി, കത്വ, ടോഡ എന്നിവിടങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഭീകരാക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രാഥമിക അവലോകനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉന്നതതല യോഗം വിളിച്ചത്. നാളെ ആഭ്യന്തര മന്ത്രാലയത്തിൽ വെച്ചാണ് യോഗം. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സൈന്യത്തിന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ജൂൺ 29 മുതൽ ഓഗസ്റ്റ് 19 വരെ നടക്കുന്ന അമർനാഥ് തീർത്ഥയാത്രയുടെ സുരക്ഷാ തയ്യാറെടുപ്പുകൾ യോഗം ചർച്ച ചെയ്യും. കത്വ, ടോഡ ഭീകരാക്രമണത്തിന് പിന്നിൽ പുതിയതായി നുഴഞ്ഞുകയറിയ ഭീകരർ ആണെന്നാണ് പോലീസിന്റെ നിഗമനം. 24 ഡൽഹി. ഹിജാബ് വിലക്കിയ കോളേജിനെതിരെ ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. മുംബൈയിലെ NG ആചാര്യ കോളേജിലെ 9 വിദ്യാർത്ഥിനികളാണ് കോടതിയെ സമീപിച്ചത്. മതപരമായ സൂചനകളുള്ള വസ്ത്രങ്ങൾ പാടില്ല എന്നാണ് കോളേജ് അധികൃതരുടെ നിർദ്ദേശം. ഹിജാബോ ബുർഖയോ ധരിച്ചു വരുന്നവർ വസ്ത്രം മാറ്റിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാവൂ. മൗലികാവകാശത്തെയും മതസ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നതാണ് സർക്കുലർ എന്ന് സൂചിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. ഹർജി കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നത് ചർച്ച ചെയ്യാൻ ചേർന്ന സിനഡ് തീരുമാനമാകാതെ പിരിഞ്ഞു. സിനഡ് ബുധനാഴ്ച വീണ്ടും ചേരും. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കും എന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കാനാണ് ഒരു വിഭാഗം വിശ്വാസികളുടെ തീരുമാനം. ജൂലൈ 3-നുള്ളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ. നിർദ്ദേശം ലംഘിക്കുന്നവർ സഭയ്ക്ക് പുറത്താകും. എന്നാൽ ഈ രൂപതയിലെ ഭൂരിഭാഗം വൈദികർക്കും ഇതിനോട് എതിർപ്പാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ പ്രത്യേക സിനഡ് സമ്മേളനം ചേർന്നത്. തീരുമാനമില്ലാതെ സിനഡ് പിരിഞ്ഞു. ബുധനാഴ്ച വീണ്ടും ചേരും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന വേണമെന്ന സഭാധ്യക്ഷന്റെ സർക്കുലർ നാളെ പള്ളികളിൽ വായിക്കില്ലെന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കും.
പാലാരിവട്ടം, മാതാനഗർ എന്നീ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വൈദികരെ നിയമിക്കണമെന്ന കോടതി ഉത്തരവ് നടപ്പിലാക്കാത്ത രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന് എറണാകുളം മുൻസിഫ് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഒരു വിഭാഗം വിശ്വാസികൾ നൽകിയ ഹർജിയിലാണ് നടപടി. 24 കൊച്ചി. ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ കാൽ വഴുതി ട്രാക്കിലേക്ക് വീണ യാത്രക്കാരന് രക്ഷകനായി പോലീസ് ഉദ്യോഗസ്ഥൻ. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ ലഗേഷാണ് അപകടത്തിൽപ്പെട്ട യാത്രക്കാരന് തുണയായത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഈ സാഹസിക രക്ഷാപ്രവർത്തനം. മെയ് 26 നടന്ന രക്ഷപ്പെടുത്തലിന്റെ CCTV ദൃശ്യങ്ങൾ. മരണത്തിന്റെ ട്രാക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് മിന്നൽ വേഗത്തിലെത്തിയ ദൈവത്തിന്റെ കൈ. അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാരൻ കണ്ണൂരിൽ ട്രെയിൻ നിർത്തിയപ്പോൾ വെള്ളം വാങ്ങാൻ പുറത്തിറങ്ങി. ഇതിനിടെ ട്രെയിൻ നീങ്ങി. ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി ട്രാക്കിലേക്ക് വീണു. കണ്ണൂർ ഇരിണാവ് സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ ലഗേഷാണ് യാത്രക്കാരനെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. അയാളൊരു ധൈര്യം കൊണ്ട് മാത്രം ആദ്യം ഇതുണ്ടായത്. പിന്നെ ഞാൻ കൈ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആദ്യം കൈ പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് ഞാൻ തിരിച്ചാദ്യം പോയി ഇടത് കൈ കൊണ്ട് അയാൾ ഇടത് കൈ പിടിക്കുകയും പിന്നെ ട്രെയിനും പിടിച്ച് ഒരു 2 കമ്പാർട്ട്മെൻറ്റ് ദൂരം അതിൻ്റെ കൂടെ തന്നെ ഓടി. മനസാന്നിധ്യം കൈവിടാതെ ലഗേഷ് നീട്ടിയ ആ കരങ്ങൾക്ക് ഒരു ജീവന്റെ വിലയുണ്ട്. നിസാര പരിക്കുകളോടെ യാത്രക്കാരൻ തിരികെ ജീവിതയാത്രയിലേക്ക്. 24 കണ്ണൂർ. അത് ഒരുപക്ഷെ ലഗേഷിൻ്റെ പോലും ജീവന് ഭീഷണിയാവുന്ന തരത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഒരു ജീവൻ രക്ഷിക്കാൻ അങ്ങേയറ്റം അത്രത്തോളം പോയി എന്നുള്ളത് ആ പോലീസുകാരന് അഭിനന്ദനം ഉറപ്പായും അർഹിക്കുന്നു. സല്യൂട്ട്. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര ചെയ്ത് വെട്ടിലായി യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. തുടർച്ചയായ മോട്ടോർ വാഹന നിയമലംഘനങ്ങളിലേക്കാണ് നടപടിയെന്ന് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ വ്യക്തമാക്കി. സഞ്ജു ടെക്കി എന്ന ആലപ്പുഴ കലവൂർ സ്വദേശി സഞ്ജു TSന്റെ യൂട്യൂബ് വീഡിയോകളടക്കം വിശദമായി പരിശോധിച്ച ശേഷമാണ് എൻഫോഴ്സ്മെന്റ് RTO കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. മോട്ടോർ വാഹന നിയമപ്രകാരം നൽകാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് സ്വീകരിച്ചതെന്ന് RTO R രമണൻ. പരിശോധിച്ചതിൽ നിന്ന് മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ നടത്തി ഇത്തരം ബ്ലോഗർമാർ നടപടി ഉണ്ടാവാതിരിക്കാൻ, ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രീ സഞ്ജു TSന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രീ സഞ്ജു TSന് കഴിയില്ല. മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുക മാത്രമല്ല, നിയമലംഘനങ്ങളുടെ വീഡിയോ പ്രചരിപ്പിക്കുക കൂടി ചെയ്തതാണ് കടുത്ത നടപടിക്ക് കാരണമായത്. ലൈസൻസ് റദ്ദാക്കിയ നടപടിയിൽ സഞ്ജുവിന് അപ്പീൽ പോകാനാകും. എന്നാൽ അത് എളുപ്പമാവില്ല. വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി ഉൾപ്പെടെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതാണ്. സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നേരത്തെ റദ്ദാക്കിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിർബന്ധിത സേവനത്തിലാണ് നിലവിൽ സഞ്ജു TSും ഒപ്പം ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച മറ്റു സുഹൃത്തുക്കളും. 24 ആലപ്പുഴ. ശ്രീരാജ് കാലിക്കട്ടി ചോദിക്കുകയാണ്, സഞ്ജുവിന് തമിഴ്നാട്ടിൽ ഇനി ലൈസൻസ് എടുക്കാമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തുകൂടെ? തിരിച്ചു കിട്ടില്ല ഇനി? അത് അറിഞ്ഞുകൂടെ കേട്ടോ. അത് എന്താണ് അതിൻ്റെ സാങ്കേതികത്വം എന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും അത്തരക്കാർക്കൊരു പാഠം ആവും അക്കാര്യം എന്നൊരു തർക്കമില്ല എന്ന് പറയുമ്പോൾ പോലും ഇതിനേക്കാൾ വലിയ മോട്ടോർ വാഹന ക്രമക്കേടുകൾ നടത്തിയവർക്ക്, കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് ആജീവനാന്തം ലൈസൻസ് വിലക്കെന്നൊക്കെ പറയുന്നത് കടുത്ത നടപടിയാണ്. അത്ര തോതിൽ ആ കുറ്റകൃത്യമൊക്കെ ഉണ്ടോ എന്ന് MVD ആണ് പരിശോധിക്കേണ്ടത്. പാതിരാത്രി വാഹനം കേടായി റോഡിൽ കുടുങ്ങിയ ദമ്പതികളെ സഹായിച്ച യുവാവിന് സോഷ്യൽ മീഡിയയുടെ കയ്യടി. മലപ്പുറം ഗ്രാൻഡ് മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം അഷ്കർ സാദിക്ക് സഹായഹസ്തം നീട്ടിയ പെയിന്റിംഗ് തൊഴിലാളിയായ ഗോകുലാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ താരം. അഷ്കർ സാദിയും ഭാര്യയും പുത്തൂർ കൊയിലാണ്ടി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിന്റെ ടയർ പഞ്ചറായി. അർദ്ധരാത്രിയിൽ കനത്ത മഴയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമത്തിലായി. ഭാര്യയെ പുത്തൂരിലെ സുരക്ഷിതമായ ഇടത്താക്കി. സമീപത്ത് പഞ്ചർ കടകൾ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അതിനിടെയാണ് ഗോകുലിന്റെ വരവ്. ഉസ്താദിന് ഭാര്യയെ കൂട്ടിവരാനായി ഗോകുൽ തന്റെ ഇരുചക്ര വാഹനം നൽകി. തിരികെ എത്തിയപ്പോഴേക്കും വാഹനം ശരിയാക്കാനുള്ള സംവിധാനവും ഗോകുൽ തന്നെ ഒരുക്കി. ഉസ്താദിനെയും കുടുംബത്തെയും നിർബന്ധിച്ച് ഭക്ഷണവും കഴിപ്പിച്ചു. ഈ കാലഘട്ടത്ത് ഇത്രയും വലിയൊരു മനസ്സിൻ്റെ ഒരു ഉടമ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് മറ്റുള്ള ആളുകൾ മാതൃകയാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയേണ്ടത്. മനുഷ്യരെല്ലാവരും മനുഷ്യരാണ്. ജാതിയും മതിയും വ്യത്യസ്തമാണെങ്കിലും മനുഷ്യരെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെ പോലെ എല്ലാവരും മനുഷ്യരായി കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താൻ ഏതൊരാളും ചെയ്യുന്ന സഹായം മാത്രമാണ് ചെയ്തത് എന്ന് ഗോകുൽ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സർവ്വസാധാരണമാണ് ആൾക്കാർ കുടുങ്ങി പോകുന്നതും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഇഷ്ടംപോലെ നടക്കലുണ്ട്. അപ്പോൾ
ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ വലിയൊരു സംഭവം അല്ലെങ്കിലും ഉസ്താദിൻ്റെ ഫാമിലിക്കും ഇതേപോലെ ഒരു അനുഭവം ഇതുവരെ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഒരു ഹെൽപ്പ് കൂടി കിട്ടിയപ്പോൾ ഇതുവരെ കിട്ടാത്തൊരു അനുഭവമായിട്ടാണ് ഉസ്താദിന് തോന്നിയത്. അതുകൊണ്ടായിരിക്കും അതിങ്ങനെ ആയത്. ഗോകുലിനെ ഉസ്താദ് ജോലി ചെയ്യുന്ന മഅദീൻ അക്കാദമി ആദരിച്ചു. ഉസ്താദിന്റെയും ഗോകുലിന്റെയും സൗഹൃദം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സമീർ ബിൻ കരീം, 24 മലപ്പുറം. ഇവിടെ ഗോപിനാഥ് മേനോൻ പറയുന്നു, ദ ബ്രേവറി ആൻഡ് ടൈംലി ആക്ഷൻ സേവ്ഡ് ആൻ ഇന്നസെന്റ് ഗൈ, തംസ് അപ്പ് ഡിയർ പോലീസ് ബ്രോ എന്ന് പറയുന്നത്. നേരത്തെ ആ ലഗേഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിനന്ദനം. അതുപോലെ നമ്മുടെ ഗൂഗിളിനും ഒരു തംസ് അപ്പ്, ഗൂഗിൾ ബ്രോ. സ്പോർട്സ് വാർത്ത. T20 ലോകകപ്പിൽ ഗ്രൂപ്പ് റൗണ്ടിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. രാത്രി 8-ന് ഫ്ലോറിഡയിൽ നടക്കുന്ന മത്സരത്തിൽ കാനഡയാണ് എതിരാളികൾ. ഇന്നെങ്കിലും സഞ്ജു സാംസന് കളിക്കാൻ അവസരം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ. സൂപ്പർ 8 ഉറപ്പിച്ച ടീം ഇന്ത്യയുടെ ഇനിയുള്ള ലക്ഷ്യം സമ്പൂർണ്ണ ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുക. രണ്ടാം റൗണ്ടിന് മുമ്പ് പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരം കൂടിയാണ് കാനഡയ്ക്കെതിരായ ഈ മത്സരം. ലോ സ്കോറുകൾ കണ്ട ന്യൂയോർക്കിലെ പിച്ചിൽ നിന്ന് ഫ്ലോറിഡയിലെത്തുമ്പോൾ ബാറ്റർമാർക്കും ആശിക്കാൻ വകയുണ്ട്. ഫ്ലോറിഡയിലെ ആവറേജ് ടീം ടോട്ടൽ 160 കഴിഞ്ഞ 3 കളിയിലും ഒരേ ടീമുമായി ഇറങ്ങിയ ഇന്ത്യ ഇന്ന് എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നതിലാണ് ആകാംക്ഷ. വിരാട് കോഹ്ലിയെ ഓപ്പണറാക്കിയുള്ള പരീക്ഷണം തുടരുമോ എന്ന് കണ്ടറിയണം. 1, 4, 0 എന്നിങ്ങനെയാണ് IPL 708 റൺസ് അടിച്ച ഓറഞ്ച് ക്യാപ്പ് നേടിയ കോഹ്ലിയുടെ ഈ ലോകകപ്പിലെ സ്കോറുകൾ. കോഹ്ലിയെ തന്റെ ഇഷ്ട പൊസിഷനായ 3-ാം നമ്പറിലേക്ക് ഇറക്കി സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായ യശസ്വി ജയ്സ്വാളിനെ മടക്കിക്കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ശിവം ദുബെയെ മാറ്റി സഞ്ജുവിന് അവസരം കൊടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജഡേജയെ മാറ്റി കുൽദീപിനെ ടീമിലെടുക്കണമെന്ന് പറയുന്നവരും ഏറെ. സ്പോർട്സ് ഡെസ്ക് 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉച്ചവാർത്താ യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.